ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിദ്യാഭ്യാസം അവകാശമാണ്, ആഡംബരമോ ഔദാര്യമോ അല്ല. വിദ്യാഭ്യാസത്തെ അപ്രാപ്യമാക്കുകയും താങ്ങാനാവാത്തതാക്കുകയും വിവേചനപരമാക്കുകയും ചെയ്യുന്ന ഏതൊരു സമ്പ്രദായത്തെയും ഞങ്ങൾ നിരാകരിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെയും അവകാശങ്ങൾക്കായി ഇല്ലിക്കൂട്ടങ്ങൾ പോലെ ഇഴചേർന്ന് നിൽക്കാൻ പ്രാപ്തനാക്കിയ മഹാത്മാ അയ്യങ്കാളിയുമാണ് ഞങ്ങളുടെ വഴികാട്ടികൾ. അധികാരം, അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത് ഉത്തരവാദിത്തമാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിലും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും വിദ്യാഭ്യാസ മന്ത്രാലയം പരാജയപ്പെടുമ്പോൾ അവരോട് ഉത്തരം ചോദിക്കപ്പെടണം. ജാതിവർഗ സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുന്ന പരാജയപ്പെട്ട നയങ്ങൾക്ക് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ സ്ഥാനമില്ല, ഒരു ജനാധിപത്യ രാജ്യത്തിൽ സ്ഥാനമില്ല. ഇനി ഞങ്ങളുടെ രാജ്യാവകാശമാണ്. വിദ്യാർത്ഥികളുടെ രാജ്യാവകാശം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. നിലവിലുള്ള പ്രതിസന്ധിയുടെയും വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളോടുള്ള വഞ്ചനയുടെയും പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉടനടിയുള്ള രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഭരണഘടനാപരമായ അവകാശങ്ങളും തുല്യ അവസരങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് നയിക്കാനുള്ള ധാർമ്മിക അധികാരമല്ല അത്. അപ്പൊ അത് സർവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മളിവിടെ സംസാരിക്കുകയാണ്. ഇത് സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമൊട്ടാകെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ജയ് ഭീം, ജയ് ഭീം. വാ തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ. വാ വീണാൽ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാം. മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്തു തോക്കുകൾ അരിഞ്ഞിടാൻ. വാ തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റത്തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം. നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം. നീ വാ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല. ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല. തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല. മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ല. വാ. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം, എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി. വാ. എല്ലാവർക്കും നമസ്കാരം. അത് തന്നെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ കടമയാണ് ഇവിടെ എത്തുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണിത്. നമ്മൾക്ക് വേണ്ടിയാണ് അവിടെ ഒരുപാട് പേര് സമരം ചെയ്യുന്നതും ഭക്ഷണമില്ലാതെയും ഒന്നുമില്ലാതെയും സമരം ചെയ്യുന്നതും ഒരുപാട് അക്രമങ്ങൾ നേരിടുന്നതെല്ലാം നമുക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം കൂടുതൽ നിൽക്കുന്ന യുവജനങ്ങളാണ്, നമ്മൾ പരീക്ഷകൾ എഴുതുന്നവരാണ്. ഒരു എക്സാം നേരിടുമ്പോൾ നമ്മൾ നേരിടുന്ന ടെൻഷനുകളും നമ്മുടെ ആങ്സൈറ്റി എല്ലാം നമുക്കറിയാം. അതിൽ ഇത്രയും ഭീകരമാണ് നീറ്റ് എക്സാം നേരിടുമ്പോൾ ഉടുത്തുണി വരെ അഴിച്ചാണ് അവർ നോക്കുന്നത്. എന്നിട്ട് ബിറ്റ് വെച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അത്രയും കടമ്പകൾ കടന്നു വന്നിട്ട് ആത്മാർത്ഥമായി പരീക്ഷ എഴുതുമ്പോൾ ഇവർ അവർക്ക് വേണ്ടവർക്ക് വേണ്ടി അട്ടിമറിക്കുകയാണിത്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമ്മ മിണ്ടാണ്ടിരുന്ന പിന്നെ യുവജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണ് പ്രതിഷേധിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെ ശബ്ദമാണ് എല്ലാവരും കേട്ടിരിക്കേണ്ടത്. നമ്മ എത്രത്തോളം മിണ്ടാണ്ടിരിക്കുന്നു അത് അവർക്ക് കൊടുക്കുന്ന മൗനമായിട്ടുള്ള സമ്മതമാണത്. നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല, തുറന്ന് സംസാരിക്കുക. ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ പാട്ടുകളിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പാട്ടുകളുടെ മാത്രമാണ് എൻ്റെ രാഷ്ട്രീയം പറയാറ്. പക്ഷെ ഇപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം പാട്ടുകളുടെ മാത്രം രാഷ്ട്രീയം പറഞ്ഞിട്ട് ഒന്നും മാറില്ല എന്ന ചിന്ത ഇപ്പം എനിക്ക് വന്നു തുടങ്ങി, ഇപ്പം ഈ കാണുന്നത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാൻ പാടിയ തന്നെ ഒരു രാഷ്ട്രീയപരമായ ഒരു പാട്ടുണ്ട്, ഞാൻ അത് പാടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് തീർക്കാം. ഓക്കെ. വേണ്ട വേണ്ട എന്ന് കരുതി ദൂരെ മാറിയിരുന്നതാ, അവന്റെ ചെയ്തികളൊക്കെ കണ്ടിട്ടെങ്ങനെ മിണ്ടാതിരിക്കാനാ. പലവട്ടം പലരും പറഞ്ഞതാ, തലവട്ടം കണ്ടാ ചൊറിച്ചില്ല, തനിക്കൊട്ടും കഴിവില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് കടിച്ചു തൂങ്ങല. നെറിക്കെട്ട കൂട്ടം, നാട് കട്ടുമുടിക്കാൻ ഓട്ടം, അവന്റെ കളിപ്പാട്ടൻ നോട്ട് തോന്നുമ്പോൾ അച്ചടിക്കും പൂട്ടും. അവരെ തുടച്ചൊന്നു മാറ്റാൻ ഇവിടെ ഒരുത്തനുമില്ല ധൈര്യം. അവന് ചവച്ചോണ്ട് പറയും താണ്ടെ ഇവരെ നമ്മുടെ വൈര്യം.
ഭക്തി വിറ്റഴിച്ചവരാ, അതുകൊണ്ട് പുട്ടടിച്ചവരാ, അറുതിയിൽ അച്ചടിച്ചവനാ, അവൻ വലിയ മറ്റടത്തവനാ. തറുതല പറയുന്നവന്റെ തലയറ തൊട്ട് കോർത്തെടുക്കുന്നതാ, അറുകൊല്ല കറപ്പില്ലാത്തവന്റെ അടികഴുകുവ തോർത്തെടുക്കുന്നതാ. വേലി തന്നെ വിളവത്തിനാണ് കുറുന്തോട്ടിക്ക് വാദം, പനിക്കൂർക്കക്ക് 5-ാം പനി എവിടെയ പ്രതിവാദം. ഞാൻ ഏകാധിപതി, ഇവിടെ ഞാൻ മാത്രം മതി, ഇതൊക്കെ ഞാൻ ഒരുക്കിയ കെണി, ഇതെന്റെ ന്യായം, ഇതെന്റെ ശരി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി സംസാരിക്കാൻ കഴിവുള്ളത് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നവരിവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വരിക, ഈ മൈക്ക് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. പാട്ട് തോൽക്കില്ല രശ്മി, പാട്ട് തോൽക്കില്ല ഒരിക്കലും. ഞാൻ ഇന്നിവിടെ വെറുതെ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കാണാൻ മാത്രം വന്നാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഇന്നലെ ആ വിഷ്വൽസ്, മിനിങ്ങാനത്തെ ആ വിഷ്വൽസ് ഞാൻ കാണുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഇടുകയും ചെയ്തു. എൻ്റെ മോള് ഡൽഹിയിലായിരുന്നെങ്കിൽ അവളൊരു ജോലിയും പിടിച്ച് 4 പിള്ളേരും കൂട്ടി അവൾ അവിടെ ഉണ്ടായിരിക്കും. അതാണ് റിയാലിറ്റി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ പാഷൻ്റെ, നമ്മുടെ സത്യത്തിൻ്റെ, അതിൻ്റെ ആ റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ എല്ലാവരും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെ വേണം നമുക്ക് മുന്നോട്ട് ഈ നേഷനെ നയിക്കാൻ. പക്ഷെ നമ്മൾ ഈ സിസ്റ്റം ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ഇമോഷണൽ ആകാതെ നമ്മൾ ഇത്തിരി ഒന്ന് പുറകോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. അതൊന്ന് ഞാൻ ഷെയർ ചെയ്യാനാണ് ഇന്ന് താല്പര്യപ്പെടുന്നത്. There's lots to talk about, but this I want to highlight. The rot has set in. അതിൻ്റെ സിമ്പിളാണ് ഈ നമ്മൾ നിൽക്കുന്നത് ഇന്ന്. ഇത്രയും നാളും നമ്മൾ ആരും പ്രതികരിച്ചിട്ടില്ല, ഞാനും പ്രതികരിച്ചിട്ടില്ല. ഞാൻ എഴുതും, എൻ്റെ സ്റ്റോറീസിൽ എഴുതും എന്നല്ലാതെ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഞാൻ ഒരു പ്രൊട്ടസ്റ്റിനും ചേർന്നിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഇന്ന് എത്തിയിരിക്കുന്നത് ഇസ് ബിക്കോസ് യു നോ ദ വാട്ടർ ഇസ് ഓവർ അവർ ഹെഡ്സ്. ഇനി അത് എങ്ങനെ നമുക്ക് സിസ്റ്റത്തിനെ ശരിയാക്കാം എന്നാണ് ചിന്ത. ഒരാളുടെ റെസിഗ്നേഷൻ കൊണ്ട് അത് സോൾവ് ആവില്ല. It has to be a consistent effort, conscious effort every single day of our lives from now on. I am very angry. I am angry at also myself. ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. And I think all of us have never questioned how the system has become so bad, so corrupt, so inept. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കാര്യം, let us just go to the root of the question. എത്ര പേർക്ക് ചോദിക്കാനുള്ള അനുവാദമുണ്ട് നമ്മുടെ സ്കൂൾസിൽ, നമ്മുടെ സിസ്റ്റത്തിൽ? കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അനുവാദം ഇല്ലാത്തടത്താണ് നമ്മൾ വളർന്നു വരുന്നത്. ഒബീഡിയൻ്റ് ആയിട്ട് സെർവ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾക്കാണ് എപ്പോഴും സപ്പോർട്ട് കിട്ടുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്ക് എപ്പോഴും പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. വി ഹാവ് ടു റെക്കഗ്നൈസ് ഇറ്റ്. അത് നമ്മുടെ കണ്ടീഷനിങ് ആണ്. വി ആർ കണ്ടീഷൻ ടു തിങ്ക്, ടു സബ്സ്ക്രൈബ്, ടു ഫോളോ. I hope I'm not taking more time. So this is the root thing which we need to address. That is number 1. Second, at every level, wherever you go, you know that the corruption has set in. We are all corrupt. So unless you set fire to yourselves and, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സിസ്റ്റത്തിനെ കറപ്റ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാത്തിനെ എടുത്ത് കളയാതെ നമുക്ക് ഈ നേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. And for that, first of all, we need to understand that we have only one home, which is our earth, our planet and our country. Appo nammal separate alla, we are all interconnected, we are all one. Unless you start thinking like that we are all one, nammal ella onnu thanneyana, nothing divides us, not caste, not religion, nothing. We are one എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടെ പോയാലേ നമുക്ക് മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ. So that this does not repeat itself. As far as the governments are concerned, we are well within our rights to dissent, to disagree, to express our protests, as we are doing, all of us are doing today. I do not subscribe to any political party. I am telling you, I do not subscribe to any political party because I subscribe to only causes. അവർ ചെയ്യുന്നത് എന്താണ്, അവർ സപ്പോർട്ട് ചെയ്യുന്ന കോസ് എന്താണ്, അവരുടെ ഐഡിയോളജി എന്താണ്, അത് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് മാത്രമായിട്ടേ ഞാൻ ഡിസഗ്രി ചെയ്യുന്നുള്ളൂ. എനിക്ക് ലീഡേഴ്സ് ഇല്ല. ഗവൺമെന്റ് is meant to serve people. Government is not meant to rule people. That is one thing you guys need to understand. They're not ruling us, they're serving us. They are our elected representatives.
And as long as democracy has to exist in this country, we should be able to see them in that light. നമ്മൾ അവരെ ആ പൊസിഷൻ ഓഫ് ഹൈറാർക്കിയിൽ അങ്ങ് മേലെ കൊണ്ടേ വെക്കുമ്പോഴാണ് പവർ കറപ്റ്റ് ചെയ്യുന്നത്. ലൈക് പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന പോലെ. So we need to learn that they are not our rulers, they are our representatives. So ആ ഒരു മൈൻഡ് സെറ്റോടെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ each of us has a contribution to make, and once we realize that and we can do it, I think there will be a rapid change. Grassroots level ആ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയാലേ ഒരു സിസ്റ്റമാറ്റിക് ലെവലിൽ ഒരു ഈഗിൾസ് ഐ വ്യൂവിൽ നമുക്ക് ആ ചേഞ്ച് കാണാൻ പറ്റുള്ളൂ. So Jai Hind. Let this nation thrive and survive. And handing over the baton to all of you guys. You're the younger generation. You will take this nation forward with the spirit, with the love, with the truth it deserves. Right? Love you all.